സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മുടെ പുതിയ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു ഫണ്ട് നമ്മളിങ്ങനെ കണ്ടെത്തി. അത് NFO ആണ്. ഒരു ഫണ്ടിൻ്റെ ഒരു ഇനീഷ്യൽ ഓഫറാണത്. ന്യൂ ഫണ്ട് ഓഫർ എന്നാണ് അതിൽ പറഞ്ഞത് NFO. അപ്പോൾ NFO ഇറക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്നോവേറ്റീവ് ഫണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇന്നോവേറ്റീവ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇന്നോവേഷൻ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ സ്റ്റോറിയുള്ള കമ്പനികളുടെ, വളർന്നു വരുന്ന കമ്പനികളുടെ ഇങ്ങനെ ചില പ്രത്യേകതകൾ, സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ള കമ്പനികളുടെ ഈ കമ്പനികളിൽ നിക്ഷേപിച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പുതിയത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് AI, അതുപോലെ തന്നെ ആൽഗോ ട്രേഡിംഗ് മെത്തേഡുകൾ, ഇങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഇവർ ചെയ്യുന്നത്. കമ്പനികളുടെ കുറിച്ചുള്ള സ്റ്റഡി നടത്തില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബറോഡ BNP പാരിബാസ് ആണ്. ബറോഡ BNP പാരിബാസ് ഇന്നൊവേഷൻ ഫണ്ട് NPO ആണ്. അപ്പോൾ NFO ആണ്. അപ്പോൾ ന്യൂ ഫണ്ട് ഓഫർ. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടാണ്. ഈ ഫണ്ട് എന്താണെന്ന് ചെയ്യുന്നത് ഇന്നൊവേഷൻ തീമിൽ നിക്ഷേപിക്കുന്ന ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു ഡേറ്റ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 14 തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 14 തുടങ്ങിയിട്ട് ഫെബ്രുവരി 28 വരെയാണ് അത് ഉള്ളത്. നമുക്ക് 0 ഇപ്പോൾ ഡയറക്റ്റ് മേടിക്കാം. അതല്ല നിങ്ങളുടെ ബ്രോക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ത്രൂ നമുക്ക് ഡയറക്റ്റ് മേടിക്കാം. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നമ്മളുടെ സജഷനും അല്ല, നമ്മളുടെ ഒരു സ്റ്റഡി വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമുക്ക് കുറേ കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് NSEയുടെ ഈ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർട്ട്, പാറ്റേൺ, ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ കുറേ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ 10-20 വർഷത്തെ നമ്മളുടെ മാർക്കറ്റിലെ റിസർച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് തോന്നിയ ഫണ്ട്. നമ്മൾ പല ഫണ്ടുകളും കാണാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഫണ്ടുകൾ കാണുന്നതെന്ന് പറയുമ്പോൾ സെക്ടോറിയൽ ഫണ്ടുകളാണ്. ഇപ്പോൾ സെക്ടോറിയൽ ഫണ്ടുകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ബാങ്കിങ്ങിൻ്റെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ, ഇതൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഫണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആളുകൾ ചെയ്യുന്നത്. പക്ഷെ ഇത് വേറിട്ടുള്ളൊരു പുതിയ മെത്തേഡാണ്. ഇന്നോവേഷൻ ഫണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന, അതല്ലെങ്കിൽ സാധ്യതകളുള്ള കുറേ കമ്പനികൾ, അതിൽ കുറേ മേഖലകളുണ്ട്. ഇത്തരം കമ്പനികളിൽ വളരെ അഗ്രസീവായിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് ചെയ്യുന്ന ഫണ്ട് മാനേജർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പുതിയ കാര്യമാണ്. നമുക്ക് നിക്ഷേപിച്ചിട്ട് നോക്കിയിട്ട് കൂടുതൽ വാങ്ങിച്ചാൽ മതിയാവും. പക്ഷെ അത് സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വിറ്റി ബേസിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബറോഡ PNB പാരിബാസ് മ്യൂച്വൽ ഫണ്ട് ഇന്നൊവേഷൻ തീമിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി സ്കീമായ ഇന്നൊവേഷൻ ഫണ്ട് അവതരിപ്പിച്ചു. രാജ്യത്തെ വളർച്ചയ്ക്കനുസൃതമായി നൂതന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളിലാണ് ഫണ്ട് നിക്ഷേപം നടത്തുക. NFO ഞാൻ പറഞ്ഞ പോലെ തന്നെ 14 തുടങ്ങി 22 അവസാനിക്കും. NFO കഴിഞ്ഞാലും പ്രശ്നമില്ല, അത് മാർക്കറ്റിൽ ഫണ്ട് വന്നു കഴിഞ്ഞാലും വാങ്ങിക്കാം. പ്രതിശീർഷ DGPയുടെ വർധന, മാറുന്ന ഉപഭോക്തൃശീലങ്ങൾ, യുവാക്കളുടെ എണ്ണത്തിലെ വർധന, ഉപഭോക്തൃ മുൻഗണനകളിലെ വ്യതിയാനം, സർക്കാർ നയം, ഹരിത സാങ്കേതിക വിദ്യയിലേക്കുള്ള മാറ്റം, വ്യാപകമായ ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ ഉപയോഗം തുടങ്ങിയ ഘടകങ്ങൾ നിലവിൽ ഈ ഫണ്ടിന് അനുകൂലമായിട്ട് തീരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫണ്ട് AMCക്കാരും അതാണ് പറയുന്നത്. സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, നിർമ്മാണം, ബഹിരാകാശ പര്യവേക്ഷണം തുടങ്ങിയ മേഖലകളിലേക്കും ഇന്ത്യ മുന്നേറ്റം നടത്തി കഴിഞ്ഞു. ചന്ദ്രയാൻ, വന്ദേ ഭാരത് തുടങ്ങിയ പദ്ധതികളാണ് അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത്. 23 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രതീഷ് കൃഷ്ണനാണ് ഫണ്ട് മാനേജർ. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിപ്ലവകരമായ പാതകൾ കെട്ടിപ്പടുക്കുന്ന ധീരമായ കമ്പനികളെ ഇന്നൊവേഷൻ ഫണ്ട് ലക്ഷ്യമിടുന്നുവെന്ന് BNP പാരിബാസ് AMC CEO സുരേഷ് സോണി എടുത്തട അതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ സാക്ഷരതാ യജ്ഞം അതിനെല്ലാവരും പങ്കാളികളായിട്ട് അത് വിജയിപ്പിക്കുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നവരെ ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർമ്മ സൈനുദ്ദീൻ സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.